Every word we speak, every detail we capture, every car we render has one purpose. We want to release your emotions. This is not just an auto show. We are here to trade your feelings. This is Dhruv. Welcome to Autograph. The love between the man and his car can only be understood by the one who has felt it. Here comes the first segment. My car, my life. കുട്ടിക്കാലം തൊട്ട് കാസിനോടും ടെക്നോളജിയോടൊക്കെ ഭയങ്കര ഒരു പാഷനായിരുന്നു എനിക്ക്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സൂപ്പർ കാസിൻ്റെയൊക്കെ മിനിയേച്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ കോളേജൊക്കെ കഴിഞ്ഞ് എംപ്ലോയ്മെൻ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിളായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ടൊരു കാറ് വാങ്ങുന്ന കാര്യത്തെപ്പറ്റി തിങ്ക് ചെയ്തപ്പം ആദ്യം മനസ്സിൽ വന്നത്, ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം, അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനോടും അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനോടൊക്കെ ഉള്ള ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ടൊയോട്ട കൊറോള ഡീസലാണ്. ഇതെൻ്റെ മൂന്നാമത്തെ കാറാണ്. ഈ ഒരു കാർ വാങ്ങുന്നതിന് മുമ്പ് ഇതേപ്പറ്റി ഒരുപാട് റിവ്യൂസും ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ കമൻസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു റിസർച്ചൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ വെഹിക്കിൾ ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ സ്വന്തമായിട്ട് ആസ് യു ക്യാൻ സീ ഇൻ മൈ ഓഡോമീറ്റർ ഒരു 18,000 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ ഓടിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഈ ഒരു കാർ പർച്ചേസ് ചെയ്യുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് 18 lakhs to 20 lakhs റേഞ്ചിലുള്ള ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും നല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു എക്സിക്യൂട്ടീവ് സെഡാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലുള്ള ഒരുപാട് വെഹിക്കിൾസ് ഞാൻ കമ്പയർ ചെയ്തപ്പം ബീങ് എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത്. അപ്പം അതിൻ്റെ ടൊയോട്ട എല്ലാവർക്കും അറിയാം, ടൊയോട്ടയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സുമാണ്. അതായത് ലോ മെയിൻ്റെനൻസ് കോസ്റ്റാണ്, എക്സ്ട്രീംലി ലോ മെയിൻ്റെനൻസ് കോസ്റ്റാണ് ടൊയോട്ട വാഹനങ്ങൾക്കുള്ളത്. അപ്പോൾ ആ ഒരു റീസൺ തന്നെയാണ് എൻ്റെ പ്രൈം റീസൺ ഈ കാർ ചൂസ് ചെയ്യാനുള്ള കാരണം. ഞാൻ ഈ കാർ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൊയോട്ട സാധാരണ ഡിസൈൻ ചെയ്തിട്ടുള്ള കാറുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാർ കുറച്ചുകൂടെ സ്റ്റൈലിഷാണ്. സാധാരണ ടൊയോട്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻജിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി, ഡ്രൈവബിലിറ്റി ഇതിനൊക്കെയാണ്. പക്ഷേ സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ടൊയോട്ടയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ലെക്സസ് ബ്രാൻഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് ഈ ഒരു കൊറോള, ഈ ഒരു മോഡൽ 11th ജനറേഷൻ കൊറോള അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം വന്നിട്ടുള്ള ടൊയോട്ടയുടെ എല്ലാ മോഡൽസിലും നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം ഈ കാറിന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള
സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയേഴ്സ് ഉണ്ട്. അതിനൊപ്പം തന്നെ വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഫിനിഷസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓടിക്കുമ്പോഴും ഇത് കാണാനും നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഈ കാറിൽ 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണുള്ളത്. ഈ കാറിൻ്റെ 87 bhp എഞ്ചിനാണ് ഇതിൽ വരുന്നത്. സാധാരണ മറ്റ് കാസിനെ ഒരു 2 ലിറ്റർ എഞ്ചിൻ കാറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ടർബോ ലാഗ് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കമ്പയർ ചെയ്യുമ്പം ഐ വുഡ് സേ കൊറോള ഈസ് ദ ബെസ്റ്റ്. എനിക്ക് ഓൺ റോഡ് ഏറ്റവും കുറഞ്ഞ് കിട്ടിയിരിക്കുന്ന മൈലേജ് 18.5 ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈവേസിലൊക്കെ 23-24 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഈ വാഹനം എനിക്ക് തോന്നുന്നു. ഇന്റീരിയർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു ടച്ച് സ്ക്രീൻ മൾട്ടിമീഡിയ സിസ്റ്റമാണ് ഉള്ളത്. പ്ലസ് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ സ്റ്റിയറിംഗ് വീലിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഈ കാറിൽ നല്ലൊരു ഇലൂമിനേറ്റഡ് എൻട്രി സിസ്റ്റം ഉണ്ട്. ലൈറ്റിംഗ് കൺട്രോൾസ് എല്ലാം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ജർമ്മൻ കാറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ടൊയോട്ട ഈ കാറിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാർ കൊണ്ട് ഒരുപാട് ലോങ് ഡ്രൈവ്സ് പോയിട്ടുണ്ട്. സാധാരണ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാറ്. ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെയാണ് ഞാൻ സാധാരണ ട്രിപ്പിന് പോകാറ്. അപ്പോൾ ഇവിടുന്ന് ഈ കാർ കൊണ്ട് ഒരുപാട് ലോങ് ഡ്രൈവ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തീരെ ക്ഷീണം അറിയാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ഡ്രൈവബിലിറ്റി ഈ വണ്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്. ഈ കാറിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. അതുതന്നെയാണ് ഞാൻ ഈ കാർ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും മെയിൻ റീസൺ. My next car would definitely be a Toyota. അതുതന്നെ എൻ്റെ ആഗ്രഹം ഒരു ഹൈബ്രിഡ് എഞ്ചിനുള്ള ഒരു കാർ വാങ്ങണമെന്നാണ്. അതിൻ്റെ കാരണം ടൊയോട്ടയുടെ ബിൽഡ് ക്വാളിറ്റി മാത്രമാണ്. My cars were my best companions in all my ups and downs, all the happiness, all the joy. My car is my best friend. I can always rely on. That was Mr. Joby.